പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ റിമാൻഡിലായ ചെന്താമരയ്ക്കായി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. പഴുതടച്ച കുറ്റപത്രം കോടതിയിൽ നൽകാൻ വിശദമായ കസ്റ്റഡി അനിവാര്യമാണെന്ന് പോലീസ് കരുതുമ്പോഴും പ്രതിഷേധങ്ങൾ പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. ചെന്താമരയ്ക്ക് ഒളിവിൽ കഴിയാൻ ബന്ധുക്കൾ സഹായം നൽകിയെന്ന ആരോപണവുമായി അയൽവാസി പുഷ്പ ഇന്നലെ രാത്രി രംഗത്തെത്തുന്നതും നമ്മൾ കണ്ടതാണ്. ചെന്താമര വീണ്ടും അഴിക്കുള്ളിലായെങ്കിലും ഇത്തവണ പോലീസിന് ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. കൃത്യമായ ആസൂത്രണത്തിലൂടെ പ്രതി നടപ്പാക്കിയ കൊലപാതകമെന്ന് തെളിയിക്കാൻ പുനരാവിഷ്കരണം അടക്കം ആവശ്യമാണെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ നാട്ടുകാരുടെ പ്രതിഷേധം വെല്ലുവിളിയാകും. അതിനാൽ രഹസ്യമായായിരിക്കും പോലീസിന്റെ നീക്കങ്ങൾ. പ്രതിഷേധം തണുത്ത ശേഷം തെളിവെടുപ്പ് മതിയെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. പോലീസിനെ പോലും അമ്പരപ്പിച്ച് സ്റ്റേഷനു മുന്നിലെ വികാരപ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇതിനിടെ ചെന്താമരയ്ക്ക് ഒളിവിൽ കഴിയാൻ ബന്ധുക്കളുടെ സഹായം കിട്ടിയെന്ന ആരോപണവുമായി പ്രദേശവാസിയായ പുഷ്പ രംഗത്തെത്തി. സഹോദരനും ബന്ധുക്കളും സഹായിച്ചതിനാലാണ് പ്രതിക്ക് പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിയാനായത്. പ്രതി മടങ്ങിയെത്തിയാൽ ആദ്യം കൊലപ്പെടുത്തുക തന്നെയായിരിക്കുമെന്നും പുഷ്പ. തിരിച്ചു വരും തന്നെ ഉറപ്പ്. അയാളൊന്ന് തിരിച്ചു വന്നാൽ അയാൾ ചെയ്തിരിക്കുന്നതാണ് എൻ്റെ ഉറപ്പ്. എനിക്കൊരിക്കലും അയാളിനെ ഞാൻ ആര് വിശ്വസിച്ചാലും ശരി, ലോകം എല്ലാവരും ഞങ്ങൾ വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല. അയാൾ ആ മാതിരിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. എന്താ പറയുക, എന്നെ കൊന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഇപ്പം അവർ 3 കൊലയും ഇതാണ് എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. ആ ചേച്ചീനെ ഞങ്ങൾ ഒരുപാട് 6 മാസം 6 വർഷത്തിന് ഇനിയും ഞങ്ങൾക്ക് മായാത്തൊരു ദുഃഖമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ 2 കൊല. ചെന്താമര അഴിക്കുള്ളിലായെങ്കിലും പ്രദേശത്ത് പോലീസ് കാവൽ ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രതി ജാമ്യോപാധി ലംഘിച്ചെന്ന കാര്യം കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാതിരുന്ന SHOക്കെതിരെ കൂടുതൽ വകുപ്പുതല നടപടി ഉണ്ടായേക്കുമെന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. 24 പാലക്കാട്. എന്തായാലും തെറ്റും അഴിമതിയും ചെയ്യുന്നവർക്കെതിരെ നടപടി ഉണ്ടാകട്ടെ. അത് ചെയ്യരുതെന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ.